السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്, പരാജയപ്പെടാൻ വേണ്ടിയല്ല. ഇന്ന് ഈ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ എന്തെല്ലാം പഠനങ്ങളും ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടക്കുന്നുണ്ടോ, ഇതിനെല്ലാം പിന്നിലുള്ള ഏക ലക്ഷ്യം മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. പക്ഷേ ഓരോ ദിവസവും കഴിയുന്നതോടും മനുഷ്യന്റെ പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവന്റെ സുരക്ഷിതത്വം വേണം, അവൻ്റെ ആരോഗ്യത്തിൻ്റെ സുരക്ഷിതത്വം, അവൻ്റെ സ്വത്തുക്കളുടെ സുരക്ഷിതത്വം. ഇത് ഒരു ഉറപ്പ് നൽകാൻ ആർക്കും കഴിയില്ല. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അത്യാധുനികമായ വിവരം മനുഷ്യന്റെ ആരോഗ്യത്തിന് ആർക്കും ഒരിക്കലും ഒരു ഉറപ്പ് നൽകാൻ പറ്റില്ല. ആർക്ക് എപ്പോൾ എവിടെ എന്ത് സംഭവിക്കുന്നു മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം മനുഷ്യ ബുദ്ധിയുടെ പരിധിയിൽ പോലുമില്ല. ഇങ്ങനെ ഒരേ ഒരു കണ്ടുപിടുത്ത മനുഷ്യ ബുദ്ധിയുടെ പരിധിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടിയും മാധ്യമങ്ങളിൽ കൂടിയും ഓരോ ദിവസവും മനുഷ്യന്റെ പ്രശ്നങ്ങളെപ്പറ്റി എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്താണോ വായിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരമുണ്ടാവും. ആർക്കും ആരെയും ഭയപ്പെടേണ്ടി വരില്ല. സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം മനുഷ്യ ബുദ്ധിയുടെ പരിധിയിൽ പോലുമില്ല. ഈ ലോകത്തിൽ ജീവിക്കുന്ന 850 കോടി അല്ലെങ്കിൽ 820 കോടി മനുഷ്യരുടെയും ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും ഓരോ ശ്വാസങ്ങളും ഈ മനുഷ്യനെ ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലാണ്. മനുഷ്യന്റെ ഓരോ സെക്കൻഡുകളും ഓരോ ശ്വാസങ്ങളും നിയന്ത്രണത്തിലാണ്. ആ സൃഷ്ടാവിനെയാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ അത്യത്ഭുതകരമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ഇന്ന് ലോകത്തുള്ള ഏറ്റവും അത്ഭുതകരമായ വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യന്റെ ശരീരം തന്നെയാണ്. മനുഷ്യ ശരീരത്തിന്റെ ആന്തരികാവയങ്ങളെപ്പറ്റി ഓരോ അവയവങ്ങളെപ്പറ്റിയും പഠനങ്ങളും ഗവേഷണവും നടക്കുമ്പോൾ അത് എത്ര അത്യത്ഭുതകരമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനുഷ്യൻ കണ്ടെത്താൻ കഴിയും. ശാസ്ത്രീയ സംവിധാനം മനുഷ്യന്റെ ശരീരത്തിലായിരുന്നെങ്കിൽ ഇവിടെ വൈദ്യശാസ്ത്രം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ അത്യത്ഭുതകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ അത് മുഴുവൻ ശാസ്ത്രീയമായ സംവിധാനങ്ങളും ശാസ്ത്രീയപരമായ നിയമവും വ്യവസ്ഥയും അനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ശക്തി ആരാണ്? ഇതിനെ മുഴുവൻ സൃഷ്ടിച്ചതാരാണ്? ഇതിനെ മുഴുവൻ സംവിധാനം ചെയ്തിരിക്കാണ്? ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആരാണ്? നിന്റെ സൃഷ്ടാവിനെ നിഷേധിക്കുകയാണെങ്കിൽ നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് അംഗീകരിക്കുക അനുസരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അത്യാധുനിക വൈദ്യശാസ്ത്രം നമുക്ക് തെളിയിച്ചു തരുന്ന യാഥാർത്ഥ്യം. ഇതിനാർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇതൊരു ശാസ്ത്രീയ സത്യമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചതിനെ പറ്റി അള്ളാഹു ഖുർആനിൽ പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടേയില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. അതായത് എന്റെ യഅരിഫൂൻ ഖുർആന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു, ഇതിന്റെ അർത്ഥം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. ആരാണ് അള്ളാഹു, ആരാണ് സൃഷ്ടാവ്, ആരാണ് സംരക്ഷകൻ, ആരാണ് യജമാൻ, ആരാണ് ഉടമസ്ഥൻ അറിയുക എന്നുള്ളതാണ്. ഈ മനുഷ്യന് നൽകുന്ന ഈ സന്ദേശമാണ് പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ ഒരു അത്ഭുതമാണ്. ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതമാണ്.